വേണ്ട ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തോളാം. വിവരം അറിയിച്ചതിന് നന്ദി. ഓക്കെ. തോമസേ, എന്തോ ആ, നാളെ നീ ടൗണിൽ പോയി അശ്വതി വിളിച്ചോണ്ട് വരണം. അത്യാവശ്യമാണെന്ന് പറഞ്ഞാൽ മതി. ബാക്കി ഞാനിവിടെ വരും പറഞ്ഞോളാം. ശരി. ആ ചെല്ല്. ഹലോ, തങ്കല്ലേ? പ്ലീസ് ബുക്ക് എ കോൾ ടു ബോംബെ. കോളിംഗ് ഫ്രം 4962. എന്തിനാ ചേട്ടനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞത്? എനിക്ക് അറിഞ്ഞൂടാ, അത്യാവശ്യമായി വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. തോമസേട്ടാ, വണ്ടി ഒന്ന് നിർത്തിക്കേ. തോമസേട്ടാ, ഈ കത്ത് ഇവിടുത്തെ വാർഡിനെ ഏൽപ്പിക്കണം. അല്ല മോളെ, നമ്മൾ ഹോസ്റ്റലിൽ നിന്നല്ലേ വന്നത്. ഇത് ഇവിടെ എന്തിനാ? തോമസേട്ടൻ പറഞ്ഞത് കേട്ടാ മതി. ആയിക്കോട്ടെ. Going to discover medicine for AIDS. ഓ, ഇനി ഇങ്ങോട്ട് അങ്ങനെ വരുവാണോ? സാറേ, ഇത് നിങ്ങൾക്കുള്ളതല്ല. അഡ്രസ് ഒന്ന് വായിച്ചു നോക്കി. കുഞ്ഞുണ്ണി ഫസ്റ്റ് PDC. കയ്യക്ഷരം കണ്ടിട്ടൊരു ഫീമെയിലിന്റെ മാതിരി ഉണ്ടല്ലോ. ആരാ? ഫിലോമിനി. ഫിലോമിനല്ല, ഒരു പെൺകുട്ടിയുടെ കയ്യക്ഷരം മാതിരി ഉണ്ടല്ലോ. ആരാന്ന്? പെൺകുട്ടി ആയിക്കോട്ടെ, അതിനിപ്പോ എന്താ? സാറെന്തിനാ വേവലാതിപ്പെടണേ? ഉടമസ്ഥം വരുമ്പോ അതങ്ങനെ കൊടുത്താ മതി. എന്തൊരു കഷ്ടാണ് ദൈവമേ, വാട്ടർ ഹൗസ് ഇട്ട് മനുഷ്യനെ ചുറ്റിക്കാനായിട്ട്. ഇതാരത് തുന്നി തന്നെ അറിയില്ലല്ലേ? എന്നെ എന്തിനാ ചേട്ടാ ഇത്ര അത്യാവശ്യമായി വിളിപ്പിച്ചത്? എനിക്ക് എന്നെ ഒന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ട് വിളിപ്പിച്ചോ. നല്ല പണിയാ കാണിച്ചത്. എനിക്ക് അവിടെ ക്ലാസ് ഇല്ലേ? ഓ, 1-2 ദിവസം മുടങ്ങിയോണ്ട് ഒരു കുഴപ്പം വരാനില്ല. നല്ല ചേട്ടനാ. അശ്വതി, ആ മോളെ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി എടുത്തിയാടാൻ ഞാനില്ല. എന്റെ പെങ്ങളെ എനിക്ക് നന്നായി അറിയാം. എന്തു വന്നാലും നിലവിട്ടവൾ പെരുമാറിയില്ലെന്നും എനിക്കറിയാം. നിന്റെ വ്യക്തിപരമായ ഒരു കാര്യത്തിനും ഞാൻ തടസ്സം നിൽക്കില്ല. ഈ വക കാര്യങ്ങളിലൊക്കെ ഓരോരുത്തരുടെ മനപ്പൊരുത്തമാണ് പ്രധാനം. ആരാ മോളെ അവൻ? അയാളുടെ നിലയും വിലയൊന്നും എനിക്കറിയണ്ട. നിനക്ക് യോജിച്ചതാണോ അത് മാത്രം അറിഞ്ഞാൽ മതി. ആ, നല്ല തടിയും പൊക്കൊക്കെ ഉണ്ടോ? പിന്നെ അല്പം കഴിവ് വേണം. ഇതൊക്കെ അവനും കൂടി നോക്കി നടത്തേണ്ടതല്ലേ? അതൊക്കെ ഉണ്ട്. അത് മതി. പിന്നെ 4 പേരുടെ മുമ്പിൽ വെച്ച് എനിക്ക് അയാളെ അളിയാന്ന് വിളിക്കാമല്ലോ. തെണ്ടി, പെറുക്കി, എന്റെ ഫാക്ടറിയിലെ കൂലിപ്പണിക്കാരന്റെ അനിയൻ, 4 കാശിന് വകയില്ലാത്ത എരപ്പാളി, ഗ്രാസ്കോട്ടിലെ കുമാറിന്റെ അളിയനാകണം അല്ലടി. നീ ഇനി പഠിക്കുന്നില്ല. നിന്റെ കല്യാണം ഉറപ്പിച്ചു. അടുത്ത ആഴ്ച ബോംബെയിൽ വെച്ചു. വരൻ ആരാണെന്ന് കെട്ടും പറഞ്ഞാ മതി. എന്തില്ല? വാടിയുടെ പ്രേമം. ഇനി നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അന്ന് നിന്റെ അവസാനമായിരിക്കും.
എടുപ്പിക്കടേ എന്തോന്നിത്? ബോട്ടം ടോപ്പ്. ഓ അല്ല, തൊടാനൊരൽപ്പം അച്ചാറ് കിട്ടിയിരുന്നെങ്കിൽ. പിന്നെന്താ? എടേ പത്മം, ഇത്തിരി പിക്കിൾസ്. ആ പിക്കിൾസ് കൊണ്ടുവാ. ശിവ, ശിവ, അല്പം വെള്ളം വേണമല്ലോ. നിക്കടിയോടെ. നാശം, വേറെ സ്ഥലത്തൊന്നും കണ്ടില്ലേ? മനുഷ്യനെ കിടത്തി
കുറച്ചുള്ളൂ. സാരമില്ല. വാ പോകാം. ഈ നിലയിൽ പത്മത്തിനെ ഞാൻ ശ്രീധരന്റെ വീട്ടിലാണ് കൊണ്ടുവിടേണ്ടത്. പക്ഷെ ഇപ്പൊ അവിടെ ചെന്ന് കയറിയാൽ ശരിയാവില്ല. എന്ത് തന്നെ പറഞ്ഞാലും ശ്രീധരൻ വിശ്വസിച്ചെന്ന് വരില്ല, പ്രത്യേകിച്ച് ഞാൻ കൂടെ ഉള്ളപ്പോ. ഇപ്പൊ അവന്റെ അവസ്ഥ അതാണ്. പേടിക്കണ്ട, ഇനി അവൻ വരില്ല. വെക്കുള്ളൂ, ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും.